എൻ്റെ പേര് ബാബു. എൻ്റെ സ്ഥലം കുളക്കട പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് മാവടി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ മുമ്പ് കൽപ്പണി ആയിരുന്നു എനിക്ക് ജോലി, പെയിൻറ്റിങ്ങും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എനിക്ക് നടുവേദന ആരംഭിക്കുകയും അത് വിദഗ്ധമായ ചികിത്സ ചെയ്യാനെ കൊണ്ട് വേണ്ടിയിട്ട് ആയുർവേദം ചെയ്ത കൂട്ടത്തിൽ അതിൽ ഭേദമാകാതെ വരികയായി. തുടർന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ 2 സ്ഥലം ഇങ്ങനെ സ്പേസ് വിട്ടുപോവുകയും തുടർന്ന് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടുത്തെ ചികിത്സയിലിരിക്കുകയാണ് ഞാനിപ്പോഴും. എൻ്റെ ഈ ചികിത്സയിലേക്ക് ആവശ്യമായിട്ടുള്ള ആദ്യ സമയങ്ങളിലെല്ലാം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത് വെണ്ടാർ വിദ്യാധിരാജ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ അധ്യാപകരും അതിനോടനുബന്ധിച്ചുള്ള അവിടുത്തെ മുഴുവൻ സ്റ്റാഫുകളും കൂടിയായിരുന്നു എനിക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരുന്നത്. തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ എന്നെ നിരന്തരം സഹായിക്കുമെന്ന് ഭീമത്സമായ ഒരു സംഖ്യയൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെയും എൻ്റെ അന്നേരത്തേതായ സന്ദർഭത്തിലെ അവസ്ഥ മനസ്സിലാക്കിയ ആളുകൾ എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴെനിക്ക് ഈ വീണ്ടും ഒരു MRI സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പെടലേക്ക് താഴ്വശം ബോൾ പോലെ തള്ളുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോഴൊക്കെ ആശുപത്രി ചെല്ലണം, അവർ മരുന്ന് തരും. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. വീടെന്ന് പറയുന്നത് ഞാൻ വാടകയ്ക്ക് താമസിക്കുകയാണ്, സ്വന്തമായിട്ട് വീടൊന്നും ആയിട്ടില്ല. മുമ്പൊരു വീടിന് പണി ചെയ്യാനൊക്കെ കൊണ്ട് ആരംഭിച്ചത് പകുതിയായപ്പോൾ വിട്ടുപോയിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ സാമ്പത്തികമായിട്ടും വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലായിപ്പോൾ എൻ്റെ ജീവിതം. അതുപോലെ അങ്ങനെ ഇരിക്കെ ഞാനൊരു ചിരട്ട ഇങ്ങനെ എടുത്ത് വെച്ച് ഒന്ന് കൊത്തി നോക്കുന്ന സമയം അതെൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോയി. ഒരു ഇരുന്ന തറയുടെ വട്ടം കറങ്ങി നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു സ്പൂണിൻ്റെ തലഭാവം പോലെ വന്ന് കാണാനിടയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായിരുന്നാലും ഒരു സ്പൂണായിട്ട് ഉപയോഗിക്കാം നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് ഒട്ടിച്ച് നോക്കുകയായിരുന്നു ആദ്യം. പക്ഷേ അത് ഒട്ടിയില്ല. തുടർന്ന് ഞാൻ ഒരു ചെറിയ മെഷീൻ ഒരാൾ എനിക്ക് തന്ന് സഹായിച്ച് ഏറ്റവും ചെറിയ തരത്തിലുള്ള കമ്പിയിട്ട് അത് മുറുക്കി എടുക്കാനൊക്കെ പഠിച്ചു. അത് ഞാൻ തുടർന്ന് കാണിക്കാം സാറിന്. ആയതിനെ തുടർന്ന് ഞാൻ ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഈ സ്പൂണ് ചിരട്ട കൊണ്ടുള്ള സ്പൂണുകൾ നിർമ്മിക്കുകയും ഇപ്പോഴെനിക്ക് എൻ്റെ കയ്യിൽ യാദൃശ്ചികമായ ഒരു പലക കഷ്ണം കിട്ടുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ അതൊരു കഥകളിയുടെ കിരീടം പോലെ പണിയാം എന്നെൻ്റെ മനസ്സിൽ ഉറക്കുകയത്. ആരുടെയും സഹായമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പകർപ്പ്, ഒരു പ്രിൻ്റ് എടുത്ത് ഞാൻ ബ്ലാങ്കായിട്ട് എടുത്ത് അതും വെച്ചുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അത് പലരെയും കാണിക്കാനൊക്കെ ഇടയായി. എല്ലാവരും എന്നെ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇത് മീഡിയയിൽ കാണിക്കണമെന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് അങ്ങനെ ഞാൻ മീഡിയയായിട്ട് ബന്ധപ്പെടുന്നത്. ഞാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് സാമ്പത്തികമായി സഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അപേക്ഷ കൊടുത്ത് അതിനെ തുടർന്ന് എനിക്ക് ഞാൻ ആ സർട്ടിഫിക്കറ്റുകൾ അതൊക്കെ ചെയ്ത് വാങ്ങി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു. ആ കൊടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റുകളും കോപ്പികളും ഇപ്പോഴുള്ള സ്കാൻ ചെയ്ത റിപ്പോർട്ടുകളുമാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എനിക്കൊരു ചെറിയ സഹായം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇതായിട്ട് കൂട്ടുന്നു. അതും കിട്ടി. ഇപ്പോൾ ഞാൻ ചികിത്സിക്കാൻ പോകേണ്ടതായി വന്ന സമയത്തുള്ള അതായ MRI സ്കാനിൻ്റെ ഈ റിപ്പോർട്ടാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അതിനു മുമ്പ് ആദ്യമായി ഈ ACCA ചെയ്തതിൻ്റെ പേപ്പറും പിന്നെ എനിക്കിങ്ങനെ ഈ അസുഖത്തിൻ്റെ ഇത് തീവ്രത വെച്ചുകൊണ്ട് പഞ്ചായത്തിൽ നിന്നൊരു വീട് അനുവദിക്കാനുള്ളൊരു അനുമതിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെൻ്റെ സ്ഥിതി നിലവിലുള്ള എൻ്റെ സ്ഥലം ജപ്തിയാവുന്ന അവസ്ഥയിലേക്ക് എത്തി. പല ഭാഗത്തു നിന്ന് ഞാൻ സഹായമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും നടക്കാൻ പറ്റില്ല. എന്താ എനിക്ക് പറയേണ്ടതെന്ന് പോലും അറിയാൻ വയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഒന്നിടവിട്ടുള്ള എല്ലാ തിങ്കളാഴ്ചകളിലും പോയി ചെക്കപ്പ് നടത്തണം, മരുന്ന് വാങ്ങിക്കണം. മരുന്ന് ESI കിട്ടുന്നുണ്ട്. അല്ലാതുള്ള മരുന്നുകൾ പുറത്തുനിന്ന് വാങ്ങിക്കും. അത് വാങ്ങിച്ച് കഴിച്ചെങ്കിലേ മതിയാവും. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ പുരാണപാരായണ ഇതിൽ പോവുകയും പുരാണപാരായണം ഇപ്പോഴും എനിക്ക് എൻ്റെ നിത്യവൃത്തിക്കായിട്ടുള്ള രൂപജീവനമാർഗമായി മാറിയിട്ടുണ്ട്.
അങ്ങനെ ഇപ്പോൾ ജീവനം നടക്കുന്നതും അതിലൂടെയാണ്. ഇത് എൻ്റെ വർക്ക്ഷോപ്പായി കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇത് വെട്ടിയെടുക്കുമ്പം എൻ്റെ കൈ വന്ന് ചേർന്നത് ഇതാണ്, ഈ ചിരട്ടയാണ്. ഇത് ഞാൻ വെട്ടുമ്പോൾ ഇത് വന്ന് ഈ തറയിൽ പോയി ഇത് പിടിങ്ങനെ കിടക്കുന്നു. യാദൃശ്ചികമാണ് ചെയ്ത്. അതെ, ഇതിങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കുള്ള മനസ്സിൽ തോന്നി ഇത് യാദൃശ്ചികമായി ഇതേപോലെ ഒരു റീപ്പർ വെച്ച് ഞാനിത് ഒട്ടിച്ച് നോക്കുക കീറി. അത് ഈ ഒട്ടിച്ച സമയത്ത് ഇത് പിടിക്കും, പക്ഷേ ഇപ്പോൾ ചൂടുള്ളത് ഇട്ടപ്പോൾ അത് ഇളവി. അങ്ങനെ തുടർന്നിരിക്കുക. ഇതിനൊരു ചെറിയ ബിറ്റുള്ള ഈ ഇതുപോലുള്ള ചെറിയ ബിറ്റ് ഉണ്ട്. ഇത് കാണാനുണ്ട്. ഈ ബിറ്റ് വാങ്ങിച്ച് ഇത് കിഴിച്ച് ഇതിനകത്ത് സൂക്ഷ്മതയോടു കൂടി തന്നെ ഇത് ചെയ്ത് ഇത് കിഴിച്ച് ഇതിനകത്ത് ഒട്ടിക്കാൻ ശ്രമിച്ചു. ആ ശ്രമം വിജയിച്ചു. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള വിവിധ തരം ഇതിപ്പോൾ 3 വർഷം കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് പലരും അറിഞ്ഞിട്ട് ഒന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ചിലർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കൊണ്ടു കൊടുത്താൽ എനിക്കൊരു ഇതിൻ്റെ വില നോക്കുമ്പം എൻ്റെ ജോലിക്കൂലിയൊന്നും കിട്ടിയല്ലേ. എന്നിരുന്നാലും വെറുതെ ഇരിക്കുന്ന ഒരാളിന് ഒരു ഉപജീവന മാർഗം എന്നുള്ള തരത്തിൽ ഇതൊക്കെ എൻ്റെ ചെറിയതായ രീതിയിൽ അന്നേരം എൻ്റെ മനസ്സിൽ തോന്നും, ഇത് ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഒരു തൊഴിലല്ല ഞാൻ ചെയ്തിരുന്നത്. ഞാൻ കൽപ്പണിയായിരുന്നു എനിക്കുള്ള ജോലി. പെയിൻറ്റിങ്ങിനും പോകും. പിന്നെ സീസൺ സമയങ്ങളിൽ പുരാണ പാരായണത്തിന് പങ്കെടുക്കും. അങ്ങനെ അത് നമ്മൾ ഒട്ടുമിക്ക നല്ല ആചാര്യന്മാരുടെയും കൂടെ ഒക്കെ പോയി പരിപാടിക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം മാത്രമേ ചെയ്യൂ. ഇനിയിപ്പോൾ സീസണാവും, അങ്ങനെ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഇതൊരു പക്ഷേ റെക്കോർഡാകാൻ കൊണ്ടുള്ള സാധ്യത ഉണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേണ്ടേ ഇതിനകത്തൊന്നും വേറെ കളറുകളൊന്നും ചെയ്തിട്ടുള്ളതല്ല. ഇതേ രീതിയിൽ എൻ്റെ അടുത്ത് വന്ന് വെട്ടി വീഴുന്ന വഴിക്ക് എൻ്റെ മനസ്സ് എന്നോട് പറയും ഇത് ഇന്നതുപോലെ ഒന്ന് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള പ്ലാവിലയുടെ ഇതാണ്. ഇത് സ്പൂണിൽ വെച്ച് ഏറ്റവും ചെറിയ സ്പൂൺ. അങ്ങനെ ഇതൊക്കെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിച്ചപ്പോൾ അവരാണ് ഞാനിപ്പോൾ ഈ കിടക്കുന്നിടത്ത് വെച്ച് കണ്ടിട്ട് പറഞ്ഞത് ഇത് ഇങ്ങനെ ആയ പറ്റിയല്ല, മാധ്യമങ്ങളെ കാണിച്ചത് വേണ്ടി ഇത് കിട്ടും, അങ്ങനെ എനിക്കൊരു ഉപജീവന മാർഗം കിട്ടും എന്ന അവരുടെ അഭിപ്രായം കൊണ്ടാണ് ഞാനിതിപ്പോൾ ഇതിങ്ങനെ ചെയ്ത്. ഇതാണ്ട് ചുമ്മാ തൊട്ടിച്ചിരിക്കുകയല്ല, ഇതിനകത്ത് ഞാൻ ആ കനം കുറഞ്ഞ് ആയതുകൊണ്ട് ഇത് കിഴിച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ഇളവത്തില്ല. ഒരാൾ കണ്ടാൽ ഇഷ്ടപ്പെടും. ചിലരങ്ങനെ ഇതേപോലെ ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഈ ചിരട്ട തവികൾ അത് ഞാൻ അതേ രീതി ചെയ്യുന്നുണ്ട്. അതാണ്ട് സ്പൂണോ ഈ സ്റ്റീൽ ഒക്കെ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും അതിൽ നിന്നൊക്കെ വളരെ നല്ലതായിട്ട് ഉപയോഗിക്കാം. സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് എടുത്ത് എറിയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് റിബേറ്റ് അലൂമിനിയത്തിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഏറ്റവും അതിൽ കിരീടം ഇത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ തിരഞ്ഞ സമയത്ത് ഒരു പ്ലാവിൻ്റെ പലക കിട്ടി. അന്നേരം എനിക്കുള്ള മനസ്സിൽ ഇതൊരു ഇങ്ങനെയൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പണികൾ തീർന്നിട്ടില്ല. ഇതെല്ലാം ഇനി വീണ്ടും വർക്ക് ചെയ്യാനുണ്ട്. ഇത് സീലറിട്ട് വെച്ചിരിക്കുക. എന്നിട്ട് ഇത് വൃത്തിയാക്കി ഈ കിരീടവും ഇതിൻ്റെ മേളിലെ ചന്ദ്രക്കല, നെറ്റിക്ക് പൊട്ട് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതിനനുസരിച്ച് ഞാൻ ചെയ്തു. ഇനി എൻ്റെ ഇതിനെപ്പറ്റി വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും എൻ്റെ മനസ്സിൽ തോന്നുന്നു. അതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. എനിക്കുള്ള സ്ഥിതിയും മോശമായതുകൊണ്ട് മാത്രമല്ല, ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ്. എങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും ഇത് മീഡിയയിലൂടെ പുറത്ത് എല്ലാവരും അറിഞ്ഞു കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളുടെ അഭിപ്രായത്തെ മാനിച്ചാൽ ഞാനിത് പുറത്ത് കാണില്ല. എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, എൻ്റെ സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. എനിക്ക് ഉള്ള സ്ഥലം ഇപ്പോൾ ജിപ്സി നടപടിയിലേക്ക് പോയിരിക്കുക. ചികിത്സയ്ക്കായിട്ട് നല്ലൊരു തുക ചിലവായിട്ടുണ്ട്. അതിൽ ഒട്ടനവധി ആളുകൾ നല്ല രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ വെണ്ടാർ വിദ്യാധിരാജ മെമ്മോറിയൽ സ്കൂളിൽ അധ്യാപകർ
അതിൽ അന്നിരുന്ന പി ടി എയിൽ ഉണ്ടായിരുന്ന ഒരു സുരേഷ് സാറ്, പുത്തൂരുള്ള ഒരു ജോർജ് കുട്ടി സാറ്, അങ്ങനെ പല ആളുകളും കൂടിയിട്ട് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഞാൻ അക്ഷരാർത്ഥത്തിൽ തകർന്നു പോകുന്നൊരവസ്ഥയിലായിരുന്നു അന്നേരം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ സ്കൂളിൽ അറിഞ്ഞു. അവർ വന്ന് തന്നെ ഒത്തിരി സഹായിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അവരെ എനിക്ക് നൽകിയ സ്നേഹവും അവരാ സംഭരിച്ച് എനിക്ക് തരാനായി സ്വരൂപിച്ച സംഖ്യകളെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ എന്നെ സഹായിച്ചു. അതിനെല്ലാം ആ സ്കൂളുകാരോടും എന്നെ സഹായിച്ച പുറത്തുള്ള വിദേശ മലയാളികളുണ്ട്, പിന്നെ സുഹൃത്തുക്കളെ, പിന്നെ വീട്ടുകാരും നാട്ടുകാരും ഉണ്ട്. ആ കൂട്ടത്തിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ നാട്ടിലെ ചില നാട്ടുവൈദ്യന്മാരുണ്ട്, അവർക്ക് എന്നെ സഹായിക്കത്തില്ല. അവർ പറയുന്നത്, എന്നെ ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ പോലും പറയുന്നത് എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, അയാൾ വെറുതെയാണ് ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു. എനിക്ക് അധ്വാനിക്കാനൊക്കെ ഉള്ള മനസ്സുണ്ട്, പക്ഷെ അതിനെ എന്നെ ഇപ്പോൾ എൻ്റെ ഈ അവസ്ഥ അനുവദിക്കുന്നില്ല. എനിക്ക് അവരോട് പറയാനുള്ളത്, തിരിച്ചു നിന്നോക്കൂ, ഇതൊരു സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകും, അന്നേരം നിങ്ങളതിനെ പറ്റി മനസ്സിലാക്കും. ഞാൻ അസുഖം എനിക്ക് സുഖമാവുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇത്രയും നാളായിട്ടുള്ളതിൽ നിന്നുള്ള മാറ്റങ്ങൾ പലതുമുണ്ട്, പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ പെടലിക്ക് പുറത്തോട്ടൊരു തള്ളലുണ്ടായിട്ടുണ്ട്. എല്ലാവരും ഞാനുണ്ടാക്കുന്ന ഈ ഉൽപ്പന്നം അത് വാങ്ങിയിട്ടെങ്കിൽ എന്നെ സഹായിക്കണം. അത്രയേ ഉള്ളൂ എനിക്ക് പറയാം. പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയാനൊന്നും തന്നെ ഇല്ല. ഞാൻ തിരിച്ചു വന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ എന്നെ പ്രാപ്തനാകണം. അതിന് ഏതെങ്കിലും ഈ ചികിത്സ ചെയ്യാൻ മനസ്സുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ, പിന്നെ ആദിവാസി ചികിത്സകൾ, പിന്നെ ഈ ആയുർവേദ പാരമ്പര്യ ചികിത്സകൾ ചെയ്യുന്നവർ ആരെങ്കിലും വന്ന് എന്നെ സഹായിച്ചാൽ എനിക്ക് എഴുന്നേറ്റ് നടന്ന് എൻ്റെ ജോലി ചെയ്ത് എൻ്റെ കുടുംബം പുലർത്താമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അതിന് ആര് മുമ്പോട്ട് വന്നാലും ഞാനതിന് തയ്യാറാകണമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കണം. എനിക്കിന്നുണ്ടായിട്ടുള്ളതായ ഈ സാമ്പത്തിക പരാധീനത വീട്ടാൻ ഉടനടിയൊന്നും നടന്നില്ലെങ്കിൽ തന്നെ എൻ്റെ അസുഖം സുഖമായി കിട്ടിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഇത് കടം വീട്ടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ വിറ്റ് എനിക്ക് ജീവിക്കണമെന്ന്, എൻ്റെ ജീവിക്കണം എന്നുള്ളൊരാശ മുമ്പ് കിടക്കുന്നു. ഈ ആശ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഇല്ലെങ്കിൽ എന്നേ ജീവിതമൊക്കെ അവസാനിപ്പിച്ചതിനെ. കാരണം അങ്ങനെ എൻ്റെ അവസ്ഥ, എനിക്കുണ്ടാകുന്നതായ വേദന സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ ഇരിക്കുന്നിടത്തും മരുന്ന് ഇട്ട് വെച്ചേക്കും, വേദന വരപ്പോൾ ഇതെടുത്ത്. പിന്നെ ഭാര്യ കമ്പനി പോവും, അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതേവണക്ക് ഇരിക്കും. കൂടുതൽ സമയം എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, അതങ്ങനൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ എന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കുന്നുവെങ്കിൽ എന്നെ ചികിത്സിച്ച് എൻ്റെ അസുഖം സുഖമാക്കാനെ കൊണ്ട് പാരമ്പര്യ വൈദ്യശാലയായാലും അല്ലെങ്കിൽ പച്ചമരുന്ന് കൊണ്ടായാലും അതിനാരെങ്കിലും മനസ്സ് വെച്ച് എന്നെ രക്ഷിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. രക്ഷിക്കണം അത്രമാത്രം എനിക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ജിപ്സി ഉണ്ട്, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ഇതിൻ്റെ ഈ പിത്തളയുടെ പ്ലേറ്റ് വാങ്ങി ഇതേണൊക്കെ ചെയ്തെടുക്കണം. എൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ആരോ എടുത്തിട്ടുണ്ട്, അത് ഇനി കിട്ടിയിട്ടില്ല. പക്ഷേ ഇതും അതേണൊക്കെ ചെയ്യാനാണ്. ഇത് കൂട്ടുകാർ മറിഞ്ഞ് കണ്ടൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാനായിട്ടുള്ള പണിയാണ്. പിന്നെ ഇത് കണക്കുള്ള ഒരു പടി വരണം. ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്, മറ്റാരെയും കൊണ്ടും ചെയ്തതല്ല. എൻ്റെ പ്രയത്നമായത്. ഞാനിങ്ങനെയുള്ള ഒരു ജോലി ചെയ്തിട്ടേ ഇല്ല. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പോലുമില്ല. പിന്നെ അതെനിക്ക് തന്നെ ചിരട്ട കൊണ്ടുള്ള ഉടുക്ക് പണിഞ്ഞിട്ടുണ്ട്. ഇത് പിന്നെ ചിരട്ടയിലുള്ള ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള കോപ്പ. ഇത് ചിലത് കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്.